ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോവാട്ടോ. ഞാനും ചേച്ചി അച്ഛനും കൂടെ ആണ് പോണത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിന്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ്. വളാഞ്ചേരി വട്ടപ്പാറ വഴിയായിട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ. മോർണിംഗ് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂ. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ട്രെയിൻ ഇതേ കുച്ചു കുച്ചു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എറണാകുളം ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ചക്കരപ്പറമ്പിലേക്കുള്ള ബസ്സിലും കൂടെ കയറണം കേട്ടോ. അങ്ങനെ ഓൾറെഡി നമ്മൾ 2 ബസ്സിലാണ് കയറിയിട്ടുള്ളത്. ഞാനും ചേച്ചി ഇരുന്ന് സെറ്റായിട്ടുണ്ട്. അച്ഛൻ അപ്പുറത്തെ സീറ്റിലായിരുന്നു. എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പറഞ്ഞു. അങ്ങനെ വന്ന കാര്യം പറയട്ടെ, നമ്മളൊരു മോഡലിങ്ങിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും നമ്മളോടൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അവർ വേഗം കോസ്റ്റ്യൂം മാറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി നമ്മൾ വേഗം മേക്കപ്പിന് വേണ്ടിയിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 കോസ്റ്റ്യൂമിലായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് സ്ക്രീനിൽ ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണിച്ചു തരും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മേക്കപ്പ് ചെയ്ത ചേച്ചി. അങ്ങനെ അവിടെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈകുന്നേരം ഒരു 6 മണി ആയപ്പോഴായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ 11 മണി വരെ ഇരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ 4 മണിയായിരുന്നു. ഭയങ്കര ഉറക്ക ക്ഷീണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.